2 ബെഡ്റൂം മേടിക്കില്ലെന്നാണ് പറയുന്നത്. പലരും എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എന്തുകൊണ്ട് പ്രോപ്പർട്ടി മേടിക്കണം അതിനെ പറ്റിയാണ്. തുടക്കത്തിൽ പറഞ്ഞു AI എല്ലാ ജോലി എടുക്കുന്നു. അതെ. അപ്പോൾ ഈ AIക്ക് എന്തുകൊണ്ട് ഒരു ബയേഴ്സ് ഏജന്റിന്റെ ജോലി ചെയ്തുകൂടും? ഒരു വീട് മേടിച്ചു കൊടുക്കുന്നത് അല്ല ഒരു ബയേഴ്സ് ഏജന്റ് സർവീസ് എന്ന് പറയുന്നത്. 90% ഓഫ് ദ പ്രോപ്പർട്ടീസ് റിജക്ട് ചെയ്യുന്നതാണ്. വീട്ടിലിങ്ങനെ ടാപ്പ് പൊട്ടി അങ്ങനത്തെ മെയിൻ്റനൻസ് ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ഔട്ട് ഗോയിങ്സ് ആർ മാനേജ് ബൈ ദ ടെനന്റ്. നമുക്ക് സ്വന്തമായിട്ട് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സ്ട്രാറ്റജിയോ? നല്ല റെന്റൽ ഈൽഡാണ്. അത് നെറ്റ് ഈൽഡാണ് കേട്ടോ, ഗ്രോസ് ഈൽഡ് അല്ല. ടെനന്റ് വിൽ പേ മോസ്റ്റ് ഓഫ് ദി ഔട്ട് ഗോയിങ്സ്. നിങ്ങൾ പറയുമ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇതൊരു മൈക്രോ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യമാണ്. പ്രോഫിറ്റബിളും കൂടി ആയിരിക്കണം ഇത് ചെയ്യുമ്പോൾ. ആബ്സല്യൂട്ട്ലി. IT പ്രൊഫഷണൽസ് കൂടുതലും അനാലിറ്റിക്കൽ സ്കിൽസ് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനാലിസിസ് പാരാലിസിസ് വെച്ചിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കാൻ ഡിലേ ആയി പോകും. നമുക്കൊരു ഡിസിഷൻ ഫ്രെയിം വർക്ക് ഇല്ലാതായി പോകും. ഇത്രയും ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട് മേടിക്കും എന്ന ഒരു ഡിസിഷൻ ഇല്ലാതെ അവരിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഒരു 2 മാസം എടുക്കുന്നത്, ചിലപ്പോൾ ഒരു 6 മാസം 1 year ഒക്കെ ആവും. എനിക്കറിയാം, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ 3-4 വർഷമായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും വീട് മേടിച്ചിട്ടില്ല. നമസ്കാരം. AIയുടെ കുത്തൊഴുക്കിൽ IT പ്രൊഫഷണൽസ് ഏറ്റവും സ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഒരു മാസീവായിട്ടുള്ള ലേഔട്ടുകൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നു. എന്നാണ് എൻ്റെ ജോലി പോകുന്നതെന്ന് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പേടിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് എവിടെയെങ്കിലും നമ്മൾ പണിയുന്ന സമയത്ത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കഷ്ടം വരുന്ന സമയത്ത് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് ഓസ്ട്രേലിയയിലെ പ്രോപ്പർട്ടി. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് നമുക്കതേക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടിയാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ബഡ്ജറ്റ് വന്നതിന് ശേഷം അതിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഓസ്ട്രേലിയൻ പ്രോപ്പർട്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതിൻ്റെ സ്ട്രാറ്റജി മാറണം. അത് ഓരോ കൊല്ലം ചെല്ലുമ്പോഴും അങ്ങനെ സ്ട്രാറ്റജികൾ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിവേകാണ്. ഇതൊരു ബയേഴ്സ് ഏജൻ്റാണ്. IT ഫീൽഡിൽ നിന്ന് വരുന്ന ആളാണ്. വിവേക് IT കാരുടെ മാനസിക സമ്മർദ്ദങ്ങളും അവിടുത്തെ ഇങ്കോ അവരനുഭവിക്കുന്ന സന്തോഷവും കഷ്ടപ്പാടെല്ലാം അറിയാം. വിവേക, നമസ്കാരമുണ്ട്. നമസ്കാരം. സോറി, ഒരു 10 പേര് കൂടുന്നിടത്ത് അല്ലെങ്കിൽ 2 പേര് കൂടുന്നിടത്ത് പോലും എപ്പോഴും സംസാരിക്കുന്നത് AI ആണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള VD സതീശൻ പോലും ഫുൾ ടൈം സംസാരിക്കുന്നത് AIയും എങ്ങനെ AIയുടെ ഇൻഫ്ലുവൻസ്, AIയിൽ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, കേരളം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് വരുന്നൊരു വലിയൊരു പ്രശ്നമാണ് IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. AI എന്തുമാത്രം സ്ട്രെസ്സാണ് IT ഫീൽഡിൽ ഉണ്ടാക്കുന്നത്, IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്നത്? IT ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരാളുടെ 10 പേരുടെ ജോലി ചിലപ്പോൾ ഒരു 5 പേരെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വലിയ റോൾ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു റിക്വയർമെൻറ്റ് എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഒരുപാട് ഇങ്ങനെ ക്ലൗഡും ChatGPT ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇൻപുട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഒരുപാട് AI ഏജൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഒരുപാട് ഈ കമ്പനീസ് ഇങ്ങനെ ലേ ഓഫ് ചെയ്യുന്നുണ്ട്. മാസീവ് എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ ഫെയർ ചെയ്യുന്നുണ്ട്, വാട്ട് വിൽ ഹാപ്പൻ ടു മൈ എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ ഇതിപ്പം എൻ്റെ ജോലി AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു ഈ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ അല്ലേ ഒരു AI ഒക്കെ വന്നൊരു കിട്ടിയാൽ എന്തേലും ഒരു അസറ്റ് എവിടെയെങ്കിലും വേണ്ടേ അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു ടാഞ്ചിബിൾ അസറ്റ് ആണ്. അതെ. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകെ, നമുക്ക് വീട് മേടിക്കാം, പക്ഷെ നമ്മൾ പൈസ കൊടുത്തല്ലത് മേടിക്കുന്നത്, ലോൺ എടുത്തിട്ടാണ് മേടിക്കുന്നത്. പക്ഷേ ലോൺ എടുത്തിട്ട് മേടിക്കുമ്പോൾ ഇപ്പം മിക്കവാറും അതിൻ്റെ വരുന്ന ലോൺ എമൗണ്ട് ഫുള്ളായിട്ട് റെൻറ്റിൽ നിന്ന് കവർ ചെയ്യാൻ പാടാണ്. കാരണം റെൻ്റാണ് അതിനകത്ത് മെയിൻ ഇൻകം ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് അപ്പം പ്രോപ്പർട്ടി പ്രൈസ് ഇവിടെ ഭയങ്കര കൂടുതലുമാണ്. പക്ഷേ എന്നാൽ അതിനകത്ത് ഈ നെഗറ്റീവ് ഗിയറിൽ ഉണ്ടാകുന്ന ഇൻസെൻറ്റീവ്സ് മുഴുവൻ ഗവൺമെൻറ് എടുത്ത് കളയുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് എന്ത് ടൈപ്പ് പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പം ഈ നെഗറ്റീവ് ഗിയർ ഇല്ലാതെ തന്നെ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമുക്ക് തട്ടുകടില്ലാത്ത രീതിയിൽ മേടിക്കാൻ പറ്റും? അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എന്തുകൊണ്ട് പ്രോപ്പർട്ടി മേടിക്കണം അതിനെ പറ്റിയാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു IT പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഹൈ ഇൻകം ആണ്. പക്ഷെ അങ്ങനെ ഹൈ ഇൻകം ഉള്ളപ്പോൾ തന്നെ പലർക്കും
ഒരു കംഫർട്ട് ഫീലാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഒരു ഹൈ ഇൻകം ഉണ്ട്, ഒരു 6 months to 1 year നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ബിക്കോസ് കാരണം കുറച്ച് ലോ ഇൻകം ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ദേ വോണ്ട് ടു ഡു സംതിങ് എന്നുള്ളത്. ഈ ഒരു കംഫർട്ട് ഫീൽ വരുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരുപാട് ഇങ്ങനെ IT പ്രൊഫഷണൽസ് കൂടുതലും അനാലിറ്റിക്കൽ സ്കിൽസ് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനാലിസിസ് പാരാലിസിസ് വെച്ചിട്ട് ഇപ്പം ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ദേ ആർ റിയലി ഗുഡ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കാൻ ഡിലേ ആയി പോകും, നമുക്കൊരു ഡിസിഷൻ ഫ്രെയിം വർക്ക് ഇല്ലാതായി പോകും. അപ്പം അങ്ങനെ ഇത്രയും ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട് മേടിക്കും എന്ന ഒരു ഡിസിഷൻ ഇല്ലാതെ അവരിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ഒരു 2 മാസം എടുക്കുന്നത് ചിലപ്പോൾ ഒരു 6 മാസം 1 year ഒക്കെ ആവും. എനിക്കറിയാം, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ 3-4 വർഷമായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും വീട് മേടിച്ചിട്ടില്ല. നമ്മളുടെ പ്രോപ്പർട്ടി വില കയറി പോവുകയും ചെയ്യും, കയറി പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ IT പ്രൊഫഷണൽസ് ഒന്ന് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത്, ഈവൻ ദോ ദേ ഹാവ് ഗുഡ് ഇൻകം. ടു കം ബാക്ക് ടു യുവർ പോയിന്റ്, ഇപ്പം ഈ ഒരു നെഗറ്റീവ് ഗിയറിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു 2 bedroom വീട്. സാധാരണ ആൾക്കാർ പറഞ്ഞാൽ 2 bedroom മേടിക്കില്ലെന്ന് പറയുന്നത്. പലരും സെർച്ച് ചെയ്യുമ്പോൾ സമയത്ത് മിനിമം 3 എന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്യാറ്. നമ്മളങ്ങനെ ഒരു 2 bedroom വീട് മേടിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ മൾട്ടിപ്പിൾ ലിവിംഗ് സോൺസ് ഒക്കെ ഉള്ളൊരു വീടൊക്കെ ആയിരിക്കും. അങ്ങനെ അത് നോക്കി വേണം മേടിക്കാൻ. എല്ലാ 2 bedroom മേടിക്കരുത്. ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നല്ല മൾട്ടിപ്പിൾ ലിവിംഗ് സോണിൽ മേടിച്ചിട്ട് ഒരു ലോഡ് ബെയറിംഗ് അല്ലാത്തൊരു വാൾ വെച്ചിട്ട് നമുക്കത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 bedroom ആക്കാൻ പറ്റും. അപ്പോൾ 3 bedroom ആയി കഴിഞ്ഞാൽ ആ ഒരു അഡീഷണൽ റൂമിൻ്റെ വാല്യൂ മാത്രമല്ല, ആ പ്രൈസ് ബാൻഡ് തന്നെ മാറും അല്ലേ. അപ്പോൾ 2 bedroomൻ്റെ ഓഡിയൻസിൽ ആ ഒരു കസ്റ്റമർ അല്ല അവിടെ പോകുന്നത് ഇൻ ടേംസ് ഓഫ് സെയിൽസ് ആസ് വെൽ ആസ് റെൻറ്റൽസ്. അപ്പം നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ചെറിയൊരു പൈസ, ഒരു $10,000 വ്യത്യാസമേ വരുള്ളൂ അതൊന്ന് കവർ ചെയ്യാൻ. പിന്നെ ഫ്യൂച്ചറിൽ പിന്നെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് അഡീഷണൽ ക്യാഷ് ഫ്ലോ. പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി നോക്ക്ഡ് ഓഫ്. വീണ്ടും ഒരു 2 bedroom തന്നെ ആക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് നത്തിങ്, യു ആർ നോട്ട് മേക്കിംഗ് സ്ട്രക്ചറൽ ചേഞ്ചസ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത് മേടിക്കേണ്ടത്? അതായത് നമ്മൾ അത് അത്രയ്ക്ക് എളുപ്പമല്ല. നിങ്ങൾ പറയുമ്പോൾ സംഭവിച്ചിരിക്കുകയാണ്, ഇതൊരു മൈക്രോ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും പ്രോഫിറ്റബിളും കൂടി ആയിരിക്കണം ഇത് ചെയ്യുമ്പോൾ. ആബ്സല്യൂട്ട്ലി. കാരണം നമ്മൾ ഏതെങ്കിലും ഔട്ടർ സബർബിലോ എവിടെയെങ്കിലും ഈ 2 bedroom to 3 bedroom പ്രൈസ് ഡിസ്പാരിറ്റി വളരെ കുറവുള്ള സ്ഥലത്ത് നമ്മൾ മേടിക്കാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഈസ്റ്റേൺ സബർബ്സിൽ, ഇപ്പോൾ ഇവിടെ മെൽബണിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫെൺട്രി ഗള്ളി, അവിടെ ഒരു 6.5 ലക്ഷത്തിന് ഒരു 2 bedroom യൂണിറ്റ് അല്ലെങ്കിൽ 2 bedroom വീട് മേടിക്കാൻ പറ്റും. പക്ഷേ അതിനൊരു വാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില 850 to 900 ആണ്. അപ്പോൾ നല്ല ബ്ലൂ ചിപ്പ് ഏരിയയിൽ ഇതുപോലെ മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രൈസ് ഡിഫറൻസ് വരും. അതേസമയം 3 bedroom 4 bedroom ആക്കുമ്പോൾ 950 കുഡ് ബിക്കം ലൈക്ക് 1.1 അല്ലേ. അപ്പോൾ അത് നല്ലൊരു സ്ട്രാറ്റജിയാണത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരുപാട് ദൂരെ പോകേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ബ്ലൂ ചിപ്പ് അസറ്റ് വിതൗട്ട് കോംപ്രമൈസിംഗ് ദ ക്യാഷ് ഫ്ലോ യു വിൽ ബി ഏബിൾ ടു അക്വയർ ദാറ്റ്. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അക്കൗണ്ടൻറ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പ്രോപ്പർട്ടിയിലല്ല, ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, പൈസ ഉണ്ടാകാനുള്ള സാധ്യത. അതും കീപ്പ് ഇൻ മൈൻഡ്. റൂമിംഗ് ഹൗസുകൾ ഇപ്പം ഒരുപാട് മലയാളികൾ തന്നെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അത് നമ്മൾ പലരോടും ചോദിക്കുമ്പം അവർ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. വേറെ പലരോടും ചോദിക്കും, അവർ റെക്കമെൻഡ് ചെയ്യാറുമുണ്ട്. അവർ പറയുന്നത് പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ വിവേക് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? റൂമിംഗ് ഹൗസ് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. കാരണം എപ്പോഴും ആൾക്കാർക്ക് ഇപ്പം എല്ലാവർക്കും വലിയൊരു ഫാമിലി ഉണ്ടാവണമെന്നില്ല. സിംഗിൾ പീപ്പിൾ ഉണ്ടാവും, 2 പേരായിട്ട് താമസിക്കുന്ന ആളുണ്ടാവും. അപ്പോൾ പിന്നെ കമ്പനി റെൻറ്റൽസ് ഉണ്ടാവും. പല സ്ഥലത്തും ഇപ്പോൾ കമ്പനി ഒരു പുതിയൊരു സോളാർ ഫാമോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റൂമിംഗ് ഹൗസസിന് വളരെ നല്ലൊരു ഡിമാൻഡുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ തന്നെ ചിലപ്പോൾ 1-2 പേര് പോയാൽ തന്നെ ആ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഫുൾ ഓക്യുപ്പൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻകം കിട്ടും. മേ ബി 1-2 ആൾക്കാർ പോയി കഴിഞ്ഞാലും വേറെ ഒരു ടെനൻറ്റ് വരാൻ അധികം സമയം എടുക്കില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ റൂമിംഗ് ഹൗസ് നിങ്ങൾക്ക് ഹൈ ക്യാഷ് ഫ്ലോന് നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ റൂമിംഗ് ഹൗസ് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ഫാമിലി ഹോമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഈ കാലഘട്ടത്തിലും നമുക്ക് ഹൈ ഗ്രോത്ത് പ്രോപ്പർട്ടീസ് മേടിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഈ ഓരോ വർഷവും നിങ്ങളിപ്പോൾ എക്സ്ട്രാ റീപേയ്മെൻറ്റ് നിങ്ങൾ ലോണിൽ അടയ്ക്കുകയാണെങ്കിൽ വെറും 6% ആണ് നിങ്ങൾ സേവ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു $10,000 നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഇറ്റ് ഇൻ യുവർ ഓഫ് സെറ്റ്, ഇൻസ്റ്റെഡ് ഇഫ് യു പേ ഇറ്റ് ഇൻ ഒരു റെൻ്റൽ പ്രോപ്പർട്ടി നിങ്ങൾ മേടിച്ചിട്ട് അതിൻ്റെ ഷോർട്ട് ഫോളിന് വേണ്ടി പേ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ലൈക്ക് ഇഫ് ദ റെൻ്റൽ പ്രോപ്പർട്ടി ഗ്രോസ് ലൈക്ക് 7% or 10%. ഇപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ വീട് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു
10% എന്ന് പറയുമ്പോൾ $50,000 പ്രോഫിറ്റ് അല്ലേ? വെർ ഇസ് $50,000 and where is $600 അല്ലേ? അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ദാറ്റ്സ് ദ റീസൺ വൈ യു ഷുഡ് ലുക്ക് ടു മൾട്ടിപ്ലൈ യുവർ അസറ്റ്. അപ്പം അങ്ങനെ അസറ്റ് ബിൽഡ് ചെയ്തിട്ട് അസറ്റ് കൊണ്ട് നമ്മൾ വൈപ്പ് ഓഫ് ആണ് നമ്മൾ ചെയ്യാൻ നോക്കേണ്ടത്. നമ്മൾ പൈസ അടച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. IT പ്രൊഫഷണൽസ് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാസീവ് ഇൻകം ബിൽഡ് ചെയ്യാനും നല്ലൊരു റിട്ടയർമെൻറ്റ് സോഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ ഇൻകം അങ്ങനെ ഒരു അസറ്റ് വെൽത്ത് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു പ്രോപ്പർട്ടിയിൽ മേടിക്കണം, പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നോക്കിക്കും. അതെ അതെ. അപ്പോൾ നമ്മൾ തീരുമാനിക്കുമ്പം എന്താണ് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത്? പാസീവ് ഇൻകത്തിന് വേണ്ടിയാണോ, അത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയാണോ? എന്താണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്? നമ്മുടെ ഗോളാണ് നമ്മൾ ചെയ്യേണ്ടത്. വാട്ട്സ് ആർ ഗോൾ, വാട്ട്സ് ആർ ഷോർട്ട് ടേം ഗോൾ ആൻഡ് ലോങ് ടേം ഗോൾ. അതിനനുസരിച്ചിട്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യണം. സ്ട്രാറ്റജി എങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ് നമ്മൾ മേടിക്കേണ്ടത്, അപ്പോൾ എത്ര വർഷം കൊണ്ട് അത് സെല് ചെയ്യണം, ആ ഒരു ക്യാഷ് ഫ്ലോ ആണോ ക്യാപിറ്റൽ ഗ്രോത്ത് ആണോ എന്നുള്ളത്. ഇപ്പോൾ പൊതുവേ ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ വർക്കിംഗ് ആൻഡ് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഇൻ IT ഓർ ഇഫ് യു ആർ ഇൻ സോർട്ട് ഓഫ് മിഡ് കരിയർ, അവർ ഇപ്പോഴും നല്ല ഹൈ ഗ്രോത്ത് അസറ്റ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ക്യാഷ് ഫ്ലോ കൊണ്ട് കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് ആദ്യം ഹൈ ഗ്രോത്ത് വെച്ചിട്ട് വെൽത്ത് ബിൽഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ വെൻ യു ആർ ടുവേർഡ്സ് ലേറ്റർ എൻഡ് ഓഫ് ലൈക്ക് ടെയിൽ എൻഡ് ഓഫ് യുവർ കരിയർ, ദാറ്റ്സ് വെൻ യു ഇൻവെസ്റ്റ് ഇൻ ഹൈ ക്യാഷ് ഫ്ലോ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ലോൺ അടച്ചു കഴിഞ്ഞു, ഇപ്പോൾ വീടിന് താമസിക്കുന്ന ലോൺ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ then you can look forward to build a commercial portfolio. കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അറൗണ്ട് ലൈക്ക് 8% yield കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട് നോൺ ഡിഡക്റ്റബിൾ ഡെപ്റ്റ് ഇല്ല, പക്ഷെ അതേസമയം ഈ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ റെന്റ് ഈ ടെനന്റ് ആണ് പേ ചെയ്യുന്നത്. എല്ലാം കൂടുതലും എക്സ്പെൻസസും ഔട്ട്ഗോയിങ്സ് എല്ലാം ടെനന്റ് പേ ചെയ്തു. ഔട്ട്ഗോയിങ്സ് എല്ലാം ടെനന്റ് പേ ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളെല്ലാം അടഞ്ഞു കിടക്കുവാണ്. അതായത് നമ്മൾ പറയില്ല ഭാർഗവി നിലയോ എന്നൊക്കെ പറയില്ല, പണ്ടത്തെ പോലത്തെ അതേപോലെയാണ് കിടക്കുന്നത്. ആരുമില്ല അവിടെ. മീൻസ് ആ പ്രദേശമൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ അത് ആരുടെയോ പണ്ടത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടു, അതേതായിരുന്നു എനിക്കറിയത്തില്ല, ഏതൊരു വലിയൊരു കമ്പനിയായിരുന്നു, മൈറ്ററ്റ് അത് ഞാൻ മറന്നുപോയി. അതൊരു വലിയൊരു ബിൽഡിംഗ് മുഴുവൻ വേക്കൻ്റ് ആയി. അപ്പോൾ അതിൻ്റെയൊക്കെ റീപേയ്മെന്റ് പറഞ്ഞ് ടു ഹൈ ആയിരിക്കും. അത് ആരാണ് മേടിച്ചിരിക്കുന്നത് അറിയത്തില്ല. റെന്റ് ഇല്ലെങ്കിൽ അത് ആര് മേടിച്ചാൽ ബിഗ് ലോസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വിവേക് പറയുന്നത് നമ്മൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? എന്ത് ടൈപ്പ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ എവിടെ നോക്കിയാലും MT കാണുന്നത്. സ്കെയറിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സോ എന്ത് ടൈപ്പ് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ പേഴ്സണൽ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ചിരിക്കും, റിസ്ക് പ്രൊഫൈലൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ പൊതുവേ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രിയൽ വെയർ ഹൗസ് ഒരു $680,000 to $750,000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മോസ്റ്റ് ഒരു 5% റെന്റിൽ കിട്ടുമ്പോൾ 6% ആയിരുന്നു, ഇപ്പോൾ 5% ഡ്രോപ്പ് ആയി. പക്ഷെ എന്നാലും നല്ല റെന്റൽ ഈൽഡാണ്. അത് നെറ്റ് ഈൽഡാണ് കേട്ടോ, ഗ്രോസ് ഈൽഡ് അല്ല. ടെനൻറ്റ് വിൽ പേ മോസ്റ്റ് ഓഫ് ദി ഔട്ട് ഗോയിങ്സ്, അതിൻ്റെ ലാൻഡ് ടാക്സും പിന്നെ അതിൻ്റെ ഇൻഷുറൻസും ഡിപ്പെൻഡിങ് ഓൺ ദ ടേംസ് ഓഫ് ദ ലീസ് അത് അവർ പേ ചെയ്തോളും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ വേക്കൻസി ഭാർഗവി നിലയം എക്സാമ്പിൾ, അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് വി ഡു ഇസ് നമ്മൾ ടെനൻറ്റ് ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യണം. അവരുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ എന്താണ്, വാട്ട് ഈസ് ദ ടേം ഓഫ് ദ ലീസ്, എത്ര വർഷം ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബിസിനസ് ഡ്യൂ ഡിലിജൻസ്, അതിന് കുറച്ച് ഡ്യൂ ഡിലിജൻസ് സ്റ്റെപ്സ് കൂടുതലാണ്. വൺസ് യു ഡു ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവ് മാത്രം ചിന്തിക്കരുത്. ഇൻ കേസ് ഇഫ് ദ തിങ് ഈസ് വേക്കൻറ്റ് ഫോർ 6 months അതിനുള്ള ക്യാഷ് ഫ്ലോ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം, ക്യാഷ് ബഫർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു 7 ലക്ഷത്തിൻ്റെ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇഫ് യു പേയിങ് അറൌണ്ട് 3,000 per month ഇറ്റ് വിൽ ബി അറൌണ്ട് ലൈക്ക് 21,000. അത് നമ്മളുടെ സൂപ്പർ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലോ ഉണ്ടായിരിക്കണം ടു കവർ ഓൾ ദോസ് ഷോർട്ട് ഫോൾ വെൻ ദർ ഇസ് എ വേക്കൻസി. അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ടെനൻറ്റ് വരുമ്പോൾ വീണ്ടും, പിന്നെ അത് മാത്രമല്ല കമേഴ്ഷ്യലിൽ എവറി ഇയർ യു ക്യാൻ ഇൻക്രീസ് ദ റെൻറ്റ്. ദാറ്റ് നമ്മുടെ അഗ്രിമെൻറ്റിൽ ഉണ്ടാവും എവറി ഇയർ. അപ്പോൾ അതിനനുസരിച്ച് ആ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് ഉണ്ടാകും. ക്യാപ് റേറ്റ് എന്നാണ് അതിന് പറയുക. സോ വെൻ ദ ക്യാപ് റേറ്റ് ഇൻക്രീസസ് വെൻ യു സെൽ ദ പ്രോപ്പർട്ടി, ആ ഒരു ലീസ് ടേംസ് സ്ട്രോങ് ആണെങ്കിൽ യു ക്യാൻ സെൽ ഇറ്റ് ഫോർ എ പ്രോഫിറ്റ് ആസ് വെൽ. നല്ലൊരു പ്രോഫിറ്റിൽ സെൽ ചെയ്യാൻ പറ്റും. SMSF കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി മേടിക്കണമെന്നാണ്. അതെ അതെ. SMSF ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അടഞ്ഞു എന്ന് വിചാരിച്ച് ഓഫ് കോഴ്സ് അതൊരു നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനറായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാം ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ഈ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക്
ഈ റെസിഡൻഷ്യൽ മാത്രമേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ, കമേഴ്ഷ്യൽ ഇപ്പോഴും അവൈലബിൾ ആണ്. സോ അത് മേടിച്ച് കഴിഞ്ഞാൽ ദെൻ യു വിൽ ഗെറ്റ് ദാറ്റ് പാസീവ് ഇൻകം. സൂപ്പർ ആനുവൽ പിന്നെ നമുക്ക് സൂപ്പർ ബാലൻസ് നമുക്ക് ഒരുപാട് ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസ് ആർ ടേക്കൺ കെയർ ബൈ ദ ടെനൻറ്റ്. പിന്നെ ലോങ് ടേം ആയിട്ട് SMSFൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഈവൻ ബിസിനസ് ഓണേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ അവരുടെ SMSFൽ മേടിച്ചിട്ട് അവരുടെ ഓൺ പർപ്പസിന് വേണ്ടി റെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു കമേഴ്ഷ്യൽ അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രാറ്റജി തന്നെ ആയിരിക്കും അത്. SMSFൽ അല്ലാതെ ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മേടിക്കുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, കാരണം വെരി എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നും. അതെ, 20% സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കും, 20% ഒക്കെ കൈ നീടണം. അതെ, നമുക്ക് സ്വന്തമായിട്ട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ട്? എന്താണ് നമ്മളുടെ ഗോൾ? ഈ ഏറ്റവും ചീപ്പസ്റ്റ് അസറ്റ് മേടിക്കരുത് എന്നുള്ളതാണ്. ചിലപ്പം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഒരു ടെനൻറ്റിൻ്റെ ഇതിൽ മെയിനായിട്ട് വരുന്നത് ടെനൻറ്റ് ക്വാളിറ്റിയാണ്, ടെനൻറ്റ് ഡ്യൂ ഡിലിജൻസ് ആണ്. ആ ലീസിൻ്റെ ടേം സ്ട്രോങ് ആയാൽ തന്നെ നിങ്ങളുടെ ഹെഡേക്കൊക്കെ കുറഞ്ഞു. അത് ആ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ അത് ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യണം. പിന്നെ ആ ഒരു ഏരിയ, പിന്നെ ഈ വേക്കൻസി റേറ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേക്കൻസി റേറ്റ്, പിന്നെ സപ്ലൈ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസിഡൻഷ്യലൊക്കെ ആകുമ്പോൾ സ്റ്റോക്ക് ഓൺ മാർക്കറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും, നമുക്ക് ഡേറ്റ ടൂളിലൊക്കെ അറിയാൻ പറ്റും. കമേഴ്ഷ്യലിൽ അങ്ങനെ ഡേറ്റ പോയിന്റ്സ് റെഡിലി അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈവ് അറൗണ്ട് ചെയ്യണം, ഒരു ഏരിയയിൽ പോയി നോക്കണം. വെറുതെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം കമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് വാണ്ട്സ് ടു സെൽ ഇറ്റ് ടു യു, ബട്ട് ഒരു ഇത്രയും ഡീപ്പായിട്ട് ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യുമ്പോഴേ അതിനുള്ളൊരു നമുക്കൊരു റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു സ്ലീപ്പ് അറ്റ് നൈറ്റ് ഫാക്ടറിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞു AI എല്ലാ ജോലി എടുക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ AIക്ക് എന്തുകൊണ്ട് ഒരു ബയേഴ്സ് ഏജന്റിന്റെ ജോലി ചെയ്ത് കൂടി? AIയിൽ നമുക്ക് നന്നായിട്ട് പ്രോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI തന്നെ ഈ ബയേഴ്സ് ഏജന്റ് ചെയ്യുന്ന പോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ എക്സ്പെൻസുകളും അതിൻ്റെ ഇൻകവും അപ്പ് ആൻഡ് ഡൗൺ, പ്രോഫിറ്റ് ലോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അതെ. അപ്പം ആ സമയം അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർ ബയേഴ്സ് ഏജൻസിനെ അപ്രോച്ച് ചെയ്യണം? AI is really good tool. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവൈലബിൾ ഡേറ്റാ സെറ്റ് ഉണ്ട്, അത് അനലൈസ് ചെയ്യണമെങ്കിൽ AI നല്ലൊരു ടൂളാണ്. നിങ്ങൾ കുറേ സ്പ്രെഡ്ഷീറ്റ്സ്, കുറേ റിപ്പോർട്ട്സ് ഒക്കെ വെച്ചു അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്തു, അതിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഔട്ട്പുട്ട് അതിന് തരാൻ പറ്റും. പക്ഷേ AIക്ക് ഡിസിഷൻ മേക്കിംഗ് നമ്മളത് അതുകൊണ്ട് അതിന് ചെയ്യാൻ അനുവദിക്കരുത്. അതൊരു പോയിന്റ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി കുറവാണ് AIക്ക്. ബിക്കോസ് അത് നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ വേറൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് തന്നെ പറയും. അതെ, അപ്പോൾ നമ്മൾ പല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തതിൽ പല ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ AI ടൂൾസ് ഒക്കെ നമുക്ക് ഈ ഫ്രീ ഡേറ്റയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രൊപ്പറേറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിന് പെയ്ഡ് ആയിരിക്കണം. നമ്മളത് എങ്ങനെ അതിനെ എന്ത് സ്കില്ലാണ് അത് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ടോപ്പ് സബർബ്സ് ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ പ്രൊപ്പറേറ്ററി, അതായത് പെയ്ഡ് ടൂൾസ് നിന്ന് സ്കില്ലൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യണം. അത് കുറച്ച് വർക്ക് ഉണ്ട്, നമ്മൾ അതിന് സമയമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് സബർബ് ഇൻഫർമേഷനൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ സബർബ് മാത്രം പോരാ, അവിടുത്തെ ആ ഒരു റൈറ്റ് പോക്കറ്റാണോ, ആ റൈറ്റ് സ്ട്രീറ്റ് ആണോ, ആ ഒരു ലെവൽ ഓഫ് ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യണം. AIക്ക് പബ്ലിക്ലി അവൈലബിൾ അല്ലെങ്കിൽ ഇങ്ങനെ ടൂളിൽ കാണുന്ന ഇൻഫർമേഷനേ ഉള്ളൂ. ബട്ട് ഒരു റിയൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ട്, ഹൗ ഇമോഷണൽ പീപ്പിൾ ആർ, അവിടെ എന്തൊക്കെ ഡിമാൻഡ് ഉണ്ട്. ചിലപ്പോൾ ഓൺ പേപ്പർ എല്ലാം അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മൾ ആ ഒരു വീട് പിന്നെ അത് എത്ര റീസെല്ലബിൾ ആണ്, റീസെയിൽ പൊട്ടൻഷ്യൽ എത്രയുണ്ട്, അങ്ങനെ ഫുൾ ആ ഒരു ഡ്യൂ ഡിലിജൻസ് ഉണ്ടല്ലോ. സോ ആസ് എ ബയേഴ്സ് ഏജന്റ് വി റിജക്ട് 90% ഓഫ് ദ പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ ഒരു റിജക്ഷൻ ഫ്രെയിം വർക്ക് AIക്ക് ഇതുവരെ അങ്ങനെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്, കാരണം ഇതിൽ ഒരു ഭയങ്കര ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉള്ള ഒരു ഫീൽഡാണത്. അപ്പോൾ അതായത് ബയേഴ്സ് ഏജന്റിന്റെ വിവേകിന്റെ ജോലി പോകുകയല്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതെ, നമുക്ക് ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്, കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിലേക്ക് മേടിക്കാനായിട്ടും ഒരു പാസീവ് ഇൻകം അതേപോലെ ഉണ്ടാക്കാനായിട്ടും എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കാറ്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ എക്സിസ്റ്റിംഗ് ഹോം ലോൺ ഉണ്ടെങ്കിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യാറ്. അതിന് 1-2 നല്ല ഹൈ ഗ്രോത്ത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് മേടിക്കുക, ഹോൾഡ് ഇറ്റ് ഫോർ അബൌട്ട് ലൈക്ക് 7 to 9 years മാക്സിമം. എന്നിട്ട് അത് ഒരെണ്ണം ഡിസ്പോസ് ചെയ്തിട്ട് പേ ഓഫ് യുവർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസ്. സോ വിച്ച് മീൻസ് യു ആർ വൈപ്പിംഗ് ഓഫ് യുവർ നോൺ ഡിഡക്റ്റബിൾ ഡെറ്റ്, അല്ലേ? അപ്പോൾ വീട് സ്വന്തമായി, എന്നിട്ട് അത് വെച്ചിട്ട് യു ക്യാൻ ഗെറ്റ് എ
ലോൺ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1.2 മില്യൻ്റെ അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു 1.2 മില്യൻ്റെ നല്ലൊരു കമേഴ്ഷ്യൽ അസറ്റ് യു ക്യാൻ ബൈ 70,000 to 80,000 പെർ ഇയർ പാസീവ് ഇൻകം വരുന്ന, ചിലപ്പോൾ ഒരു ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ചിലപ്പോൾ റെൻറ്റ് കൂടും, ഈ നമ്പേഴ്സ് കുറച്ച് മാറിയിരിക്കും, പക്ഷേ എന്നാലും കൂടി നിങ്ങൾക്ക് നല്ല ഹൈ ക്യാഷ് ഫ്ലോ ഓപ്ഷനാണ് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ഈ വീട്ടിലിങ്ങനെ ടാപ്പ് പൊട്ടി അങ്ങനത്തെ മെയിൻ്റനൻസ് ഇഷ്യൂസ് ഒന്നും വരില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ലൈക്ക് ഔട്ട് ഗോയിങ്സ് ആർ മാനേജ് ബൈ ദ ടെനൻറ്റ്. അതെ, ഓൾറെഡി ഒരു ഹൗസ് നിങ്ങൾ പേ ഓഫ് ചെയ്തു, ദെൻ യു ആർ ഓൾസോ ഗെറ്റിംഗ് ദാറ്റ് പാസീവ് ഇൻകം ദാറ്റ് വിൽ കണ്ടിന്യൂ ഈവൻ വെൻ യു ആർ നോട്ട് വർക്കിംഗ്. അത് ദാറ്റ് ഇൻകം വിൽ കണ്ടിന്യൂ എന്നുള്ളൊരു ഇതാണ്. മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഡബിളും ട്രിപ്പിളും ആയി. അതെ അതെ. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മുടെ എക്സ്പെൻസും കൂടിയിട്ടുണ്ട്. അതെ, ഇൻഫ്ലേഷനൊക്കെ വന്നതിന് ശേഷം ഗ്രോസറിയും ഭയങ്കരമായിട്ട് കൂടി. ഗ്രോസറിയുടെ ചിലവൊക്കെ എല്ലാ ചിലവും കൂടി ഭയങ്കരമായിട്ട്. ശരിയാണ്. നമുക്കിപ്പോഴും ഹൈ ഗ്രോത്ത് ഉള്ളിടത്ത് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ആൾക്കാർ മേടിക്കേണ്ടത്? അപ്പോൾ ഈ ചിലവിൻ്റെ കാര്യം പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2008-2010 സമയത്ത് നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു സ്മാഷ്ഡ് അവക്കാഡോ അതിന് $8 to $12 ആണ് പ്രൈസ് അല്ലേ? ഇപ്പോൾ 2026 സെയിം സാധനം നിങ്ങൾക്ക് $24 to $26 ആവും. അതാണ് ഒരാളുടെ മിനിമം വേജ് ഫോർ 1 hour. അത് അപ്പോഴും അതിന് ആ പ്രൈസ് ഉണ്ട്. മിനിമം വേജസ് ആണ് അതിൻ്റെ പ്രൈസ്, ഇപ്പോഴും സെയിം പ്രൈസ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ജീവിത ചെലവ്, ഈ ഇങ്ങനത്തെ ജീവിത ചെലവ് കൂടുമ്പോൾ ആൾക്കാരുടെ വേജസും കൂടുന്നുണ്ട്. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയ വരുമ്പോൾ പീപ്പിൾ പേ എ ബിറ്റ് മോർ ടു സെക്യൂർ ദാറ്റ് അസറ്റ്. ചിലപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ട് ഓക്കെ നല്ലൊരു കിച്ചൺ കണ്ടു, വാവ് ലെറ്റ്സ് സെക്യൂർ ഇറ്റ് ബൈ പേയിങ് another 10 or 20,000 എന്നുള്ളത്. ആ ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ 100 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ളത്. പിന്നെ സൈക്ലിക്കൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഫ്ലാറ്റ് ആയിരുന്നു. 2020 മുതലാണ് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഒരു പ്രഷർ കുക്കർ ഫിനോമിനൻ പോലെയാണ്. കാരണം ഈ ആൾക്കാരുടെ ഇൻകം കൂടുന്നു, അതേപോലെ ഇങ്ങനെ പ്രോപ്പർട്ടി മാർക്കറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ റേസ് ആവുന്നു. പിന്നെ അവസാനം വൺസ് ദ വിസിൽ കംസ് അപ്പോഴാണ് ഒരു ഗ്രോത്ത് സ്പർട്ട് വരുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നല്ല ഹൈ സൈക്കിളിൽ മേടിച്ച് കഴിഞ്ഞാൽ, അതായത് റൈസിങ് മാർക്കറ്റിൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡസൻ മാറ്റർ വെദർ ഇറ്റ് ഹാസ് ഗോൺ ലൈക്ക് 50% or 70%, ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് എന്തായാലും പ്രൈസിൻ്റെ വില കൂടിയിരിക്കും. പക്ഷേ എല്ലാ പ്രോപ്പർട്ടിയിലും എല്ലാ മാർക്കറ്റിലും അങ്ങനെ വില കൂടില്ല. ബിക്കോസ് ഇപ്പോൾ ഒരു പ്രഷർ കുക്കറിൻ്റെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലെയിം ഈ തീരെ ഇല്ലാത്തൊരു മാർക്കറ്റിൽ മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് കുക്കായി വിസിൽ വരില്ല. പ്രഷർ കുക്കർ മാത്രമല്ല, അടി തീയില്ല. അപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ഇത് എപ്പോൾ വിസിലടിക്കുന്നുള്ളത്. പക്ഷെ തീ ഉണ്ടോ എന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. വിവേക്, ഈ ബയേഴ്സ് ഏജന്റ് ഇപ്പോൾ ഉള്ള മലയാളികളെല്ലാം ബയേഴ്സ് ഏജൻറ്റ്സ് ആകുവാന്നാണ് കേട്ടേക്കുന്നത്. അപ്പം ഈ ബയേഴ്സ് ഏജന്റ് ഇല്ലാതെ നമുക്ക് പ്രോപ്പർട്ടി മേടിച്ചുകൂടെ? നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ വരുന്നുണ്ട്, അതേപോലെ പല പല സൈറ്റുകളിൽ വരുന്നുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ബയേഴ്സ് ഏജന്റ് ചെയ്യുന്നത്? ബയേഴ്സ് ഏജന്റിന്റെ ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് ഈ കാലഘട്ടം? ഒരു വീട് മേടിച്ചു കൊടുക്കുന്നത് അല്ല ഒരു ബയേഴ്സ് ഏജന്റിന്റെ സർവീസ് എന്ന് പറയുന്നത്. ബയേഴ്സ് ഏജന്റിന്റെ സർവീസ് 90% ഓഫ് ദ പ്രോപ്പർട്ടീസ് റിജക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതെ, നമ്മൾ 90% ഓഫ് ദ സബേബ്സ് നമ്മൾ റിജക്ട് ചെയ്യും. അതിൽ വരുന്ന ആ ഒരു 90%, ആ ഒരു നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സബേബിൽ നിന്ന് ആ ഒരു ഭൂരിഭാഗം പ്രോപ്പർട്ടീസ് നമ്മൾ റിജക്ട് ചെയ്തിട്ട് ഏത് പ്രോപ്പർട്ടിക്കാണോ നല്ല റീസെയിൽ പൊട്ടൻഷ്യൽ ഉള്ളത്, റെൻ്റൽ പൊട്ടൻഷ്യൽ ഉള്ളത്, ആ നിങ്ങളുടെ ആ ഒരു പ്രോപ്പർട്ടി പർച്ചേസിന് ഡീറിസ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സമയം ലാഭമുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു സെല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മോർ ദാൻ ആവറേജ് പ്രോഫിറ്റ് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇഫ് യു ബൈ ഇറ്റ് വെൽ. അപ്പോൾ ഇത് ചെയ്യാൻ സമയവും സ്ട്രെസ്സും എടുക്കാൻ പറ്റാത്ത ഒരാൾക്കാണ് നമ്മളിങ്ങനെ ബയേഴ്സ് ഏജന്റ് ആയിട്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബൈയിങ് പ്രോപ്പർട്ടി വിച്ച് എനിബഡി ക്യാൻ ഡു അല്ലേ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അവോയ്ഡിങ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. അപ്പോൾ IT പ്രൊഫഷണൽസിലായിട്ടുള്ള ആൾക്കാർ, കാരണം നമ്മൾ IT പ്രൊഫഷണൽസിലെ കൂടുതൽ നോക്കുന്നത് വിവേകം നോക്കുന്നത്, കാരണം വിവേക് IT-യിൽ നിന്ന് വന്നയാളാണ്. IT-യിലുള്ള കാര്യങ്ങളെല്ലാം വിവേകിനറിയാം. അവരുടെ ജോബ് സെക്യൂരിറ്റിയും അവരുടെ ഇൻകവും അവർ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യം, ഇൻക്ലൂഡിങ് സ്ട്രെസ് ആയാലും അവരുടെ ഇൻകം ആയാലും എല്ലാം അറിയാം. അതുകൊണ്ടാണ് വിവേക് കൂടുതലായിട്ടും IT-യിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. ഇപ്പോൾ AI വന്ന സമയത്തും ഈ ഇപ്പം വളരെയധികം AI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തള്ളിക്കയറ്റം ഒരുപാട് ആൾക്കാരിൽ ഒരു സ്ട്രെസ്സ് ഇൻബിൽറ്റ് ആകുന്നുണ്ട്, ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറണം. നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും
ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഒരു ലൈഫ് ഓസ്ട്രേലിയയിൽ നമ്മൾ വിഷ് ചെയ്യുകയാണ്. നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഏതൊരു രീതിയിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രോപ്പർട്ടിയാണ് ഏറ്റവും നല്ല സേഫ് സെക്യൂർ ആയിട്ടുള്ളൊരു വെഹിക്കിളായിട്ട്, ഒരു അസറ്റ് വെഹിക്കിളായിട്ട് ഓസ്ട്രേലിയ ഇപ്പോഴും കണക്കാക്കുന്നത്. ഡോളർ വേൾഡിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ വന്ന് താമസിക്കാനും വീട് മേടിക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓസ്ട്രേലിയ. പിന്നെ ഓസ്ട്രേലിയയിലെ ഇപ്പോൾ ഇടത്തൊക്കെ ഇച്ചിരി കൂളാന്ന് പറയുന്നത്, പക്ഷേ അത് കണക്കാക്കണ്ട. കാരണം ഓസ്ട്രേലിയയിലെ യുറേനിയം മുഴുവൻ ഇന്ത്യക്ക് കിടത്തി വിടുവാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ പൈസ ഇനിയും വന്നുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും വീട് മേടിക്കാനോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാനോ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വിവേകമായിട്ട് കോൺടാക്ട് ചെയ്യുക. വിവേക് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി സ്ട്രാറ്റജി ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. ഓർ യു ക്യാൻ ഗോ ടു അവർ ഇൻസ്റ്റാഗ്രാം പേജ്. എന്നിട്ട് നമുക്കൊരു DM വിടാം. ഒരു ജിൽസ് സ്ട്രാറ്റജി ഒരു മെസ്സേജ് അടിച്ചു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അതെ.